സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ അസോസിയേഷന്റെ 3ാം വാർഷികവും പത്തനംതിട്ട യൂണിറ്റ് രൂപീകരണവും നടന്നു. സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വി സാംബശിവൻ എന്ന കാതികൻ, അദ്ദേഹം കഥാപ്രസംഗത്തിന്റെ കുലപതി അല്ലെങ്കിൽ ചക്രവർത്തി എന്ന വിശേഷണം ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോരോ ഓർമ്മകളും. ആ ഓർമ്മകൾ നെയ്തെടുത്തുകൊണ്ടാണ് സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ അസോസിയേഷന്റെ ഭാരവാഹികൾ 3ാമത് ആ സംഘടനയുടെ വാർഷികം ആഘോഷിക്കുന്നത്. പത്തനംതിട്ടയിലാണ് അതിന് ആ വാർഷികത്തിന് വേദിയായിട്ടുള്ളത്. അതിന്റെ വിവിധ തരത്തിലുള്ള ഭാരവാഹികളാണ്. ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മളെ ഗ്ലോബൽ വേൾഡ് മലയാളി അസോസിയേഷന്റെ രത്കുമാർ സാറേ, ആദ്യം എന്താണ് സംഘടനയുടെ ലക്ഷ്യം? സാംബശിവന്റെ പേര് സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ ഓർഗനൈസേഷൻ സ്മിക്ക എന്നാണ് ഈ ഓർഗനൈസേഷന്റെ പേര്. ഇത് 3ാമത്തെ വാർഷികമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, മറ്റ് സർക്കാരോ അതുപോലെ അനുബന്ധ സംഘടനകളോ ഒന്നും തന്നെ സാംബശിവന്റെ മരണശേഷം ഒരു കയ്യിപ്പ് ചാർത്തിട്ടില്ല. പക്ഷെ സ്മിക്കയ്ക്ക് മാത്രമാണ് അവകാശം എടുത്തു പറയാൻ പറ്റുന്നത്. അത് തന്നെയാണ് സ്മിക്കയുടെ ഒരു പ്രത്യേകത. കാരണം കഥാപ്രസംഗത്തെ ഒരു ജനകീയ കലയായി മാറ്റി ഒരു വേറിട്ട ആഖ്യാന ശൈലിയിലൂടെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ, ശരീരഭാഷ, അതിൽ സംഗീതം, ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്നൊക്കെ വിഭിന്നമാക്കിക്കൊണ്ട് കഥാപ്രസംഗത്തെ കേരളത്തിലെ ജനതയുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചതിൻ്റെ വലിയൊരു ക്രെഡിറ്റ് നമ്മുടെ യശശരീരനായിട്ടുള്ള ശ്രീ സാംബശിവൻ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നതിലൂടെ ആ ജനകീയ കലയെ നമ്മൾ വീണ്ടും പരിപോഷിപ്പിക്കുകയാണ്. ആ പരിപോഷണത്തിന് ആക്കുവാൻ നമ്മുടെ കാതികന്മാർ ഒക്കെ ആവശ്യമാണ്. ഇപ്പോഴുള്ള ഈ കലയിൽ രംഗത്തുള്ള ആൾക്കാരും യുവ കാതിക അല്ലെങ്കിൽ കാതികന്മാരും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ സ്മിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഈ കലാരൂപത്തിലേക്ക് യുവാക്കളെയും യുവതികളെയും ഒക്കെ ആകർഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പഴയ പ്രായമേറിയ കലാകാരന്മാരെയൊക്കെ കാതികന്മാരെയൊക്കെ ആദരിക്കുന്നതിനോടൊപ്പം മറ്റ് യുവ പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം, അതിന് പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ 3ാമത് വാർഷികത്തിൽ എന്തൊക്കെ പരിപാടികളാണ്? ഇവിടെ ഞങ്ങൾ കോർത്തിണക്കി ഇപ്പം പരിപാടി ഇട്ടിരിക്കുന്നതിനകത്ത് ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പം മാധ്യമ സുഹൃത്തുക്കൾ ഒരാവശ്യം ഉന്നയിച്ചു. ഒരു കഥാപ്രസംഗം മേള നിങ്ങൾക്ക് നടത്തിക്കൂടെ? അതൊരു പുതുമ ഉണ്ടാക്കത്തില്ലേ? ഞങ്ങളതിനെ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു മേള ഇവിടെ പത്തനംതിട്ടയിൽ സംഘടിപ്പിക്കാം എന്ന് അപ്പം തന്നെ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർ, കാതികന്മാരെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സാംബശിവൻ സാറിൻ്റെ ഏപ്രിൽ 23-ാം തീയതി ഉള്ള ആ ഒരു ഫംഗ്ഷൻ അടുത്ത ഏപ്രിൽ 23 മുതൽ അതിന് ഒരു പ്രത്യേക ധനസഹായം, അതായത് രോഗികളായിട്ട് ഒക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ അതും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആൾറെഡി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒട്ടനവധി കഥാപ്രസംഗത്തിന് വേണ്ടി, അതുപോലെ തന്നെ കഥാപ്രസംഗം പഠിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള സ്ഥലം, പഠിക്കാനുള്ള അധ്യാപകർ, വേണ്ടുന്ന ചെലവുകൾ, ഇത് മുഴുവൻ സ്മിക്ക എടുത്തുകൊണ്ട് അവരെ കഥാപ്രസംഗം പഠിപ്പിച്ച് കാതികരാക്കി മാറ്റാൻ പൂർണ്ണമായിട്ടും ഞങ്ങൾ സജ്ജരാണ്. ഞങ്ങൾ അതിന് തയ്യാറുമാണ്. ഇവിടുത്തെ ഉദ്ഘാടനം, മറ്റ് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ഉദ്ഘാടനം ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. ആ കമ്മിറ്റിക്ക് ഒരു സുനിൽ മംഗലത്താണ് അതിൻ്റെ പ്രസിഡന്റ്. അങ്ങനെ ഉള്ള ഒരു കമ്മിറ്റിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അവർ ആണ് ഇവിടുത്തെ ഈ ഫംഗ്ഷൻ തന്നെ നടത്തുന്നത്. അവരാണ്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ പി.സി. വിശ്വനാഥാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ആറന്മുള MLA പങ്കെടുക്കുന്നുണ്ട്, ചെയർപേഴ്സൺ പങ്കെടുക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് WMF-ന്റെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ 170 രാജ്യങ്ങളിൽ ഓഫീസും പ്രവർത്തനമുള്ള വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ ചെയർമാനാണ് ഞങ്ങളുടെ കൂടി ഗ്ലോബൽ പ്രസിഡന്റ്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ യോഗത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാതികന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്.
ഉണ്ട് 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 ഉണ്ട്. അപ്പോൾ 3 ഖാദികരെ, അതായത് പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന 3 പ്രമുഖരായ ഖാദികരെയാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത്. ഡോക്ടർ നിരണം രാജൻ. അപ്പോൾ ഈ 3 പ്രമുഖരായ ഖാദികരെയാണ് ഇവിടെ ആദരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഥാപ്രസംഗത്തിൻ്റെ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 3 കഥാപ്രസംഗ യുവ പ്രതിഭകളെ, 2 പ്രതിഭകളെ ഇന്നിവിടെ വെച്ച് ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അല്ലെങ്കിൽ സർവകലാശാല യുവജനോത്സവത്തിൽ കഥാപ്രസംഗം വ്യക്തിഗത ഇനമായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്മിക്കയുടെ നേതൃത്വത്തിൽ ഒരു ആദരവ് മന്ത്രിയുടെ നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കുന്നത് നല്ലതല്ലേ? കഥാപ്രസംഗം തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, 2 കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കുമാരി അനഘ അജിത്ത്, കുമാരി അമൃതശ്രീ വി പിള്ള, അവരെ നമ്മള് ഒരു അവരുടെ ഖാദിക പ്രതിഭാ പുരസ്കാരം. സ്മിക്കയ്ക്ക് ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഒരു യുവ ഖാദിക പ്രതിഭ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അതിന് ഞങ്ങൾ തിരഞ്ഞെടുക്കും 2 യുവ ഖാദികരെ. ഈ നിർഭാഗ്യവശാൽ അതായത് കുമാരിമാര്, അത് പെൺകുട്ടികൾ മാത്രമേ കഥാപ്രസംഗത്തിലേക്ക് വന്നിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ 4 പ്രാവശ്യമായിട്ട് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. 4 പ്രാവശ്യവും സംഭവിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടികളാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇന്നും ഇവിടെ വെച്ചിട്ട് ഞങ്ങളുടെ യുവ ഖാദിക പുരസ്കാരം, പ്രതിഭാ പുരസ്കാരം ഇവിടെ 2 കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അത് സ്ഥിരമായി ഞങ്ങൾ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടേയിരിക്കും. വിശ്വസാഹിത്യ കൃതികളും അതുപോലെ തന്നെ നമ്മുടെ മലയാളി മനസ്സിൽ എന്നും നിൽക്കുന്ന ഒട്ടേറെ നോവലുകളും കഥകളും ഒക്കെ കഥാപ്രസംഗ രൂപത്തിൽ നമുക്ക് അനശ്വരമാക്കിയ വി സാംബശിവന്റെ ഓർമ്മയ്ക്കാണ് സ്മിക്ക എന്ന ഈ ഇന്റർനാഷണൽ സംഘടന വൈവിധ്യമാർന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് വരുംകാല കഥാപ്രസംഗ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.